യുവത്വം തുളുമുന്ന മലയാള നായികമാർ വോളിയം 3. നിഖില വിമൽ. സത്യനന്ദിക്കാട് ജയറാമിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഭാഗ്യദേവത എന്ന സിനിമയിൽ ജയറാമിന്റെ അനുജത്തിയായി അഭിനയിച്ചുകൊണ്ട് സിനിമാ ലോകത്തേക്ക് എത്തിയ നടിയാണ് നിഖില വിമൽ. തുടർന്ന് ശ്രീബാലയുടെ ലവ് 24x7 എന്ന സിനിമയിൽ മേജർ ആർട്ടിസ്റ്റായി നായികയായി അഭിനയിച്ചു. ഈ സിനിമ കഴിഞ്ഞ ഉടനെ തമിഴിൽ ശശികുമാറിന്റെ നായികയായി വെട്രിവേൽ എന്ന സിനിമയിൽ അഭിനയിക്കാൻ നിഖിലയ്ക്ക് അവസരം കൈവന്നു. ഈ സിനിമയ്ക്ക് ശേഷം ശശികുമാറിന്റെ തന്നെ മറ്റൊരു പുതിയ പ്രൊജക്ടിലും നായികയായി നിഖില വിമൽ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ജൂലൈയിൽ പൂർത്തിയായി. മലയാള സിനിമയോട് എന്ന പോലെ തന്നെ തമിഴ് സിനിമയോടുമുള്ള താല്പര്യം കൊണ്ടാണ് നിഖില തമിഴ് സിനിമയിലും അഭിനയിച്ചത്. നിഖിലയുടെ അമ്മ നൃത്താധ്യാപികയാണ്. ശാസ്ത്രീയ നൃത്തത്തോട് നിഖിലയ്ക്ക് വലിയ താല്പര്യമാണ്. വ്യത്യസ്തതയുള്ള നല്ല നല്ല കഥാപാത്രങ്ങളുടെ അഭിനയത്തിൽ തുടരുവാനാണ് നിഖിലയ്ക്ക് താല്പര്യം. അപർണ. ഫഹദ് ഫാസിലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരത്തിലൂടെയാണ് അപർണ സിനിമയിലേക്ക് എത്തുന്നത്. മഹേഷിന്റെ പ്രതികാരത്തിന്റെ തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരന്റെ ഭാര്യ ശുപാർശ ചെയ്തതിലൂടെയാണ് അപർണയ്ക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. അഭിനയത്തോടൊപ്പം തന്നെ പാട്ടും ഡാൻസും അപർണ എന്ന കലാകാരിയുടെ കഴിവുകളാണ്. ഇത് മൂന്നും ഒരു പാക്കേജ് പോലെ മഹേഷിന്റെ പ്രതികാരത്തിൽ പെർഫോം ചെയ്യാൻ അപർണയ്ക്ക് അവസരം കിട്ടി. നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് അപർണ. സംഗീതം പാരമ്പര്യമായി കിട്ടിയതാണ്. ഇതിന് രണ്ടിനും ശേഷമാണ് അഭിനയം ഒരു വഴിത്തിരിവായി അപർണയുടെ ജീവിതത്തിലേക്ക് എത്തിയത്. മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ഗാനം അപർണ ആലപിച്ചിട്ടുണ്ട്. നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ സിനിമയിൽ തുടരുവാനാണ് അപർണയുടെ പദ്ധതി. അഭിനയത്തോടൊപ്പം പഠനവും തുടരുന്ന അപർണയുടെ ഏറ്റവും പുതിയ സിനിമ സർവോപരി പാലാക്കാരൻ എന്ന സിനിമയാണ്. അനു സിത്താര. അനു സിത്താരയുടെ ആദ്യ സിനിമ പൊട്ടാസ് ബോംബ് എന്ന സിനിമയാണ്. നൃത്തവേദികളിലൂടെയായിരുന്നു അനു സിത്താരയുടെ തുടക്കം. കുഞ്ഞുനാൾ മുതൽ ഡാൻസ് പഠിച്ചിരുന്നു അനു സിത്താര. അമ്മ രേണുക തന്നെയാണ് അനു സിത്താരയുടെ നൃത്തത്തിൽ ഗുരു. വയനാട്ടിലെ കൽപ്പറ്റയിൽ ജനിച്ചു വളർന്നയാളാണ് അനു സിത്താര. അനു കലോത്സവ വേദികളിൽ നൃത്തത്തിൽ പങ്കെടുത്ത് കലാതിലക പട്ടവും നേടിയിട്ടുണ്ട്. നൃത്തത്തോടുള്ള അഭിനിവേശം മൂലം അമ്മയുമായി ചേർന്ന് നവരസ എന്ന പേരിൽ ഒരു ശാസ്ത്രീയ നൃത്ത വിദ്യാലയം നടത്തിവരുന്നു. ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് അനു സിനിമയിലേക്ക് എത്തുന്നത്. പൊട്ടാസ് ബോംബിനു ശേഷം അനു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിൽ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചു. തുടർന്ന് അനാർക്കലിയിൽ അഭിനയിച്ചു. ഇപ്പോൾ നവൽ എന്ന ജൂവൽ, മറുപടി, സർവോപരി പാലാക്കാരൻ തുടങ്ങിയ സിനിമകളിലും അനു അഭിനയിക്കുന്നു. ഹാപ്പി വെഡ്ഡിംഗ് എന്ന സിനിമയിലും അനു മികച്ച വേഷം കൈകാര്യം ചെയ്തിരുന്നു. നവൽ എന്ന ജൂവൽ എന്ന സിനിമയിൽ ശ്വേതാ മേനോന്റെ ചെറുപ്പകാലമാണ് അനു അവതരിപ്പിക്കുന്നത്. നൃത്തരംഗത്ത് അനുവിന്റെ ഗുരു അമ്മയാണെങ്കിലും അനുവിന്റെ പിതാവ് അബ്ദുൾ സലാമാണ് അനുവിനെ സിനിമയിൽ അഭിനയിക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. മുനിസിപ്പൽ കൗൺസിൽ സെക്രട്ടറിയായ പിതാവ് നല്ലൊരു നാടക നടനും കൂടിയായിരുന്നു. നല്ല അവസരങ്ങൾ ലഭിച്ചാൽ സിനിമയിൽ തുടരുവാനാണ് അനുവിന്റെ തീരുമാനം.